നമുക്ക് ഇഞ്ചി തൈര് ഉണ്ടാക്കാം. അതിനായി ഒരു ബൗളിൽ കുറച്ച് ഇഞ്ചി തൈര് എടുത്തിട്ടുണ്ട്. അരയ്ക്കാനായി കുറച്ച് തൈര് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ താളിക്കുന്നതിനായി ഒരു 2 കറിവേപ്പില, 2 വറ്റൽമുളക്, കടുക്, വെളിച്ചെണ്ണ, ഉപ്പ്. പിന്നെ ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് 3 പച്ചമുളക്, ഒരു മീഡിയം കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഈ അളവിൽ. പിന്നെ കുറച്ച് തേങ്ങ, ഏകദേശം 2 ടേബിൾ സ്പൂൺ തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഒരു മിക്സിയുടെ ജാറെടുത്ത് തേങ്ങ ചേർക്കാം. പിന്നെ ഇഞ്ചി, പച്ചമുളകെല്ലാം ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ്. അത് ഒരു ജാറിലോട്ട് ചേർക്കാം. പിന്നെ വേണ്ടത് 3 ടേബിൾ സ്പൂൺ തൈര് ഇതിൻ്റെ കൂടെ അടിച്ചെടുക്കാനായി. തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. എല്ലാം നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. തുറന്നു നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ തൈരിലോട്ട് ഒന്ന് ചേർക്കാം. തൈര് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് ഇളക്കിയ ശേഷം ഉപ്പൊന്ന് നോക്കാം. ലേശം ഉപ്പും കൂടെ ചേർക്കണം. ഉപ്പ് കുറവാണ്. ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കാം. അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് താളിച്ച് ചേർക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിക്കാം. പാൻ ഒന്ന് ചൂടാവട്ടെ. പാൻ ചൂടാകുമ്പോൾ ഏകദേശം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞതിലേക്ക് 2 വറ്റൽമുളകും ഇതിട്ട് കറി. നമുക്ക് തൈരിലോട്ട് ചേർക്കാം. ഒന്ന് തണുത്ത ശേഷം ചേർക്കാം. തൈര് റെഡി ആയിട്ടുണ്ട്. സ്വാദിഷ്ടമായ ഇഞ്ചി തൈര് റെഡി. എൻ്റെ വീഡിയോ അതേ കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു. ഇഞ്ചി തൈര് റെഡി ആയിട്ടുണ്ട്. എരിവ് കുറഞ്ഞ പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം ചേർത്തത്. 2 എണ്ണം ചേർത്താലും മതി.